നിനക്കൊരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? അവൾ എനിക്ക് സ്പെഷ്യലായി പെരുമാറുന്നു, പക്ഷേ ഇത് സ്നേഹമാണോ അല്ലെങ്കിൽ ഞാൻ മാത്രം ഓവർ തിങ്കിങ് ആണോ? ചിലപ്പോഴൊക്കെ അവൾ ഉടനെ റിപ്ലൈ ചെയ്യും, പിന്നീട് മണിക്കൂറുകൾ ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഡൗട്ട് വരും, അവൾക്ക് ശരിക്കും ഫീലിംഗ്സ് ഉണ്ടോ അല്ലേ? എൻഡ് വരെ കാണൂ, ഇന്ന് നിനക്ക് ക്ലിയർ ആൻസർ കിട്ടും. നമ്മളൊക്കെ ഇതിലൂടെ പോയിട്ടുണ്ടല്ലോ. സ്കൂൾ അല്ലെങ്കിൽ കോളേജിലൊരാൾ നിനക്കൊപ്പം ചിരിക്കും, ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യും. നിനക്ക് തോന്നും ഇവിടെ എന്തോ ഉണ്ടല്ലോ. പക്ഷേ ഒരു ദിവസം അവൾ ഡിസ്റ്റൻസ് ആകും. അപ്പോൾ കൺഫ്യൂഷൻ, അവൾ ബിസിയാണോ അല്ലെങ്കിൽ ഞാൻ മാത്രം ഇമാജിനേഷനാണോ? ട്രസ്റ്റ് മീ, ഈ കൺഫ്യൂഷനാണ് നമ്മളെ ഏറ്റവും ടയേർഡാക്കുന്നത്. കാരണം ഇത് ലവ് മാത്രമല്ല, ഇത് നിന്റെ ഫോക്കസ്, നിന്റെ പീസ്, നിന്റെ സമയമാണ്. നീ പഠിക്കാനിരിക്കും, പക്ഷെ മൈൻഡ് അവൾ റിപ്ലൈ ചെയ്തോ, ഫോൺ ചെക്ക്, വീണ്ടും വീണ്ടും. അങ്ങനെ 2 മണിക്കൂർ പോയി. സോ ഇന്ന് നമുക്ക് റിയലായി സംസാരിക്കാം. അവൾക്ക് സ്നേഹമുണ്ടോ ഇല്ലയോന്ന് എങ്ങനെ അറിയാം? ആദ്യത്തെ കാര്യം, കൺസിസ്റ്റൻസി, സ്ഥിരത. ഒരു പെൺകുട്ടിക്ക് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ അവൾ കൺസിസ്റ്റന്റ് ആയിരിക്കും. പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷേ കൺസിസ്റ്റന്റ് ആയിരിക്കും. ഉദാഹരണം, അവൾ ബിസിയാണെങ്കിലും ഹേ ബിസിയാണ്, പിന്നെ ടെക്സ്റ്റ് ചെയ്യാം എന്ന് പറയും. റാൻഡമായി ഡിസപ്പിയർ ആകില്ല. പക്ഷേ ഒരു ദിവസം ഫുൾ അറ്റൻഷൻ, അടുത്ത ദിവസം 0 ഇൻട്രസ്റ്റ്. ഇത് ലവല്ല, ഇത് മൂഡ് ബേസ്ഡ് അറ്റൻഷനാണ്. ലവ് ഒരു മൂഡല്ല. ചിന്തിച്ചു നോക്ക്, നിനക്കാരെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നീ അവരെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുമോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് നീ അത് അക്സെപ്റ്റ് ചെയ്യുന്നു? രണ്ടാമത്തെ സൈൻ, എഫേർട്ട്. നീ ചോദിക്കാതെ തന്നെ. അവൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നീ മാത്രം ഇനീഷ്യേറ്റ് ചെയ്യേണ്ടി വരില്ല. അവൾ മെസ്സേജ് ചെയ്യും, ചിലപ്പോൾ കോൾ ചെയ്യും, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കും. പക്ഷേ എല്ലായ്പ്പോഴും നീ മെസ്സേജ്, നീ കോള്, നീ എഫേർട്ട്, അവൾ റിപ്ലൈ മാത്രം. ഇത് ലവല്ല. ഇത് നീ ചേസ് ചെയ്യുന്നു, അവൾ അലൗ ചെയ്യുന്നു. ഇമാജിൻ ദിസ്, എക്സാം ടൈം. നീ സ്ട്രെസ്ഡ്, ടയേർഡ്. നിനക്ക് വേണ്ടതൊരു മെസ്സേജ്, ഹേയ് നീ ചെയ്യും. അവൾക്ക് കെയർ ഉണ്ടെങ്കിൽ അതവൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇല്ലെങ്കിലോ? നിന്റെ സൈലൻസ് പോലും മാറ്ററാകില്ല. ഇത് വേദനിക്കും, പക്ഷെ ട്രൂത്താണിത്. മൂന്നാമത്തത്, റെസ്പെക്റ്റ്, മര്യാദ. റെസ്പെക്റ്റ് ഇല്ലാത്ത ലവ് ലോങ് ലാസ്റ്റിംഗ് അല്ല. അവൾക്ക് നിനക്കിഷ്ടമാണെങ്കിൽ അവൾ നിന്റെ സമയം വേസ്റ്റ് ചെയ്യില്ല. പ്ലാൻസ് റിപ്പീറ്റഡ്ലി ക്യാൻസൽ ചെയ്യുമോ? എക്സ്. ബോറാവുമ്പോൾ മാത്രം ടെക്സ്റ്റ് ചെയ്യുമോ? എക്സ്. നിനക്ക് സപ്പോർട്ട് വേണ്ടപ്പോൾ ഇഗ്നോർ ചെയ്യുമോ? എക്സ്. പക്ഷേ അവൾ നിന്റെ പ്രസൻസ് വാല്യൂ ചെയ്യും. ചെറിയ കോൺവെർസേഷൻസ് പോലും മീനിങ് ഫുള്ളായിരിക്കും. ഇപ്പോൾ ഇവിടെ പലരും മിസ്റ്റേക്ക് ചെയ്യുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. ഓരോ നല്ല പെൺകുട്ടിയും നിന്നെ സ്നേഹിക്കുന്നില്ല. ചില പെൺകുട്ടികൾ ഫ്രണ്ട്ലി, കെയറിംഗ്, ഈസി ടു ടോക്ക്. ഇതവരുടെ പേഴ്സണാലിറ്റിയാണ്. പക്ഷെ പലരും വിചാരിക്കും ഷീ സ്മൈൽഡ് സോ ഷീ ലൈക്സ് മീ. അല്ല ബ്രോ, അവൾ ജസ്റ്റ് നല്ല മനുഷ്യയാണ്. നിനക്ക് തന്നെ ചോദിക്കൂ, അവൾ എന്നോട് വേറെ രീതിയിൽ പെരുമാറുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാവരോടും സെയിം ആണോ? സെയിം ആണെങ്കിൽ ഇത് സ്പെഷ്യലല്ല, അത് ഓക്കെയാണ്. എല്ലാം ലവ് ആവേണ്ടതില്ല. അവസാനത്തെയും ഏറ്റവും പവർഫുൾ സൈൻ, നിന്റെ ഗട്ട് ഫീലിംഗ്. ഡീപ് ഡൗൺ നിനക്ക് ആൻസർ ഓൾറെഡി അറിയാം. പക്ഷേ നീ ഇഗ്നോർ ചെയ്യുന്നു, കാരണം നീ അതിനെ ലവ് ആക്കാൻ ആഗ്രഹിക്കുന്നു. ചെറിയ മൊമെന്റ്സ് പിടിച്ചു നിൽക്കും. അവൾ അന്ന് ചിരിച്ചു, ഒരിക്കൽ ഫാസ്റ്റ് റിപ്ലൈ ചെയ്തു, അങ്ങനെ ഒരു കഥ തന്നെ ഉണ്ടാക്കും. പക്ഷേ റിയാലിറ്റി സിമ്പിളാണ്. അവൾക്ക് നിനക്കിഷ്ടമാണെങ്കിൽ നീ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കില്ല. 100% ക്ലാരിറ്റി ആവണമെന്നില്ല, പക്ഷേ മൈൻഡിൽ പീസ് ഉണ്ടാകും. ഒരു ട്രൂത്ത് പറയും, നീ എപ്പോഴും കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അവൾ സീരിയസ് അല്ല. കാരണം നിനക്ക് വാല്യൂ ഉള്ള ഒരാൾ നിന്നെ ഗെസ്സിംഗ് മോഡിൽ വെക്കില്ല. ഇപ്പോൾ എന്തു ചെയ്യണം? സ്റ്റെപ്പ് 1, സിഗ്നൽസ് ഓവർ തിങ്ക് ചെയ്യുന്നത് നിർത്തുക. ആക്ഷൻസ് ഗ്രേറ്റർ ദാൻ വേർഡ്സ്, ഗ്രേറ്റർ ദാൻ ഹിൻസ്. സ്റ്റെപ്പ് 2, കുറച്ച് സ്പേസ് കൊടുക്കുക. കുറച്ചു ദിവസം നീ ഫസ്റ്റ് ടെക്സ്റ്റ് ചെയ്യരുത്, അവൾ വരുമോ എന്ന് നോക്ക്. സ്റ്റെപ്പ് 3, ഫോക്കസ് ബാക്ക് ഓൺ യു. പഠനം, ലക്ഷ്യങ്ങൾ, ഹെൽത്ത്. കാരണം നീ കൂടുതൽ ചേസ് ചെയ്താൽ നീ നിന്നെ തന്നെ നഷ്ടപ്പെടും. കേൾക്കൂ, നിന്റെ ലൈഫ് ഒരാൾ മാത്രമല്ല. നിനക്ക് ഡ്രീംസ് ഉണ്ട്, ഫ്യൂച്ചറുണ്ട്, ബെറ്റർ വെർഷനുണ്ട്. അത് പോസ് ചെയ്യരുത് ഒരു അൺഷ്യൂറായ ആളിനു വേണ്ടി. ഓർക്കണം, കൺസിസ്റ്റൻസി പ്രധാനമാണ്, എഫേർട്ട് പ്രധാനമാണ്, റെസ്പെക്റ്റ് പ്രധാനമാണ്. കൈൻഡ്നെസ് നോട്ട് ഈസ് ഈക്വൽ ടു ലവ്. ഗട്ട് ഫീലിംഗ് തെറ്റില്ല. അവൾക്ക് ശരിക്കും നിനക്കിഷ്ടമാണെങ്കിൽ നിനക്ക് ചോസൻ ആയതായി ഫീൽ ചെയ്യും. കൺഫ്യൂസ്ഡ് അല്ല, ഇഗ്നോർഡ് അല്ല, ആങ്ഷ്യസ് അല്ല. നീ അത് ഡിസേർവ് ചെയ്യുന്നു. ഇന്ന് രാത്രി അവിടെ ഫസ്റ്റ് ടെക്സ്റ്റ് ചെയ്യരുത്. ഒബ്സർവ് ചെയ്യൂ, ആക്ഷൻസ് സംസാരിക്കട്ടെ.
മറ്റൊന്നുമില്ല, ആദ്യം നിന്നെ തന്നെ ചൂസ് ചെയ്യൂ. ഇത് നിനക്ക് റിലേറ്റ് ആയെങ്കിൽ കമന്റ് ചെയ്യൂ. റിയൽ ഹാർട്ട്. ഈ വീഡിയോ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്യൂ. ലെറ്റ്സ് ലെവൽ അപ്പ് ടുഗെദർ.